ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആലത്തിയൂർ KHM ഹൈസ്കൂൾ 1976-79 പ്രഥമ ബാച്ചിലെ വിദ്യാർത്ഥികൾ 45 വർഷങ്ങൾക്കു ശേഷം ഡിസംബർ 1 ഞായറാഴ്ച സ്കൂളിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗാനഭൂഷണം രമയുടെ പ്രാർത്ഥനാ ഗീതത്തോടെ തുടക്കം കുറിച്ച പരിപാടി മൺമറിഞ്ഞുപോയ മുൻകാല അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിക്കുകയുണ്ടായി. കൂട്ടായ്മയുടെ പ്രസിഡന്റ് R. മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രസ്തുത ബാച്ചിലെ വിദ്യാർത്ഥിയും മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന അനിൽ വെള്ളത്തോളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സംഗമത്തിന്റെ അപൂർവതയും തുടർന്ന് ചെയ്യേണ്ടുന്ന കർമ്മ പരിപാടികളും പ്രസംഗത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി. ആദ്യ ബാച്ചിലെ രസതന്ത്രം അധ്യാപകനായ ഗോപാലകൃഷ്ണൻ പിള്ള, മലയാളം അധ്യാപികയായ സഫിയ, ഊർജ്ജതന്ത്രം അധ്യാപികയായ സഫിയ എന്നിവർക്ക് പുറമെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സോണിയ, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു, OSA സെക്രട്ടറി മോനുട്ടി പോയിശ്ശേരി എന്നിവരും അനുഗ്രഹ ഭാഷണങ്ങൾ നടത്തി. പരിപാടികൾ ആരംഭിക്കുന്നതിനു മുമ്പ് പഴയ വിദ്യാർത്ഥികൾ തങ്ങൾ പഠിച്ച ക്ലാസ് മുറികളിലിരുന്ന് ഓർമ്മകൾ അയവിറക്കാനും ഇടം കണ്ടെത്തി. ഗോപാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുൻകാല അധ്യാപകരുടെ സാന്നിധ്യവും വാക്കുകളും ഏറെ പ്രചോദനമായിരുന്നു. കൂട്ടായ്മയുടെ വിജയത്തിനായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെ ഗോപാലകൃഷ്ണപിള്ള ഉപഹാരങ്ങൾ നൽകി അഭിനന്ദിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങൾ അധ്യാപകരെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിനു ശേഷം സഹപാഠികൾ സ്വയം പരിചയപ്പെടുത്തിയും പഴയകാല ഗാനങ്ങൾ ആലപിച്ചും ഓർമ്മകൾ പങ്കിട്ടും സംഗമത്തെ അവിസ്മരണീയമായ അനുഭവമാക്കി. ഒപ്പം പല കൂട്ടുകാരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മധുരപലഹാരങ്ങൾ പങ്കിട്ടും ഒത്തുകൂടൽ മധുരമാക്കി. എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരത്തിൽ സുഹൃത്ത് സംഗമം നടത്താമെന്ന ധാരണയിലാണ് സ്മൃതി സംഗമം സമാപിച്ചത്. കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ചേന്നര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ KV നന്ദിയും പ്രകാശിപ്പിച്ചു. ട്രഷറർ റഷീദ് സാമ്പത്തിക അവലോകനം നടത്തി. ശിവദാസ് പെരുന്തലൂർ, കൃഷ്ണകുമാർ, മോഹൻദാസ്, സക്കീന, സുലൈഖ, ഹസൻ ആലത്തിയൂർ, നാസർ വട്ടം, മുഹമ്മദ് കുട്ടി ആലത്തിയൂർ, രാമചന്ദ്രൻ, രമണി, രഘു തുടങ്ങിയവർ സംഗമത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുകയുണ്ടായി. വർഷത്തിന് ശേഷം ഇന്നും കണ്ടുപിടിച്ച ആളുകളുണ്ട്. അന്ന് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരൊക്കെ കണ്ടപ്പോൾ അത് പുതുക്കുന്ന കാണും നമുക്ക് അതിൻ്റെ സന്തോഷം നമുക്ക് എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ സംഗമം പരിപാടി നടക്കുകയാണ്. ഈ സംഗമത്തോട് അവസാനിക്കാൻ പാടില്ല. ഇത് എല്ലാ വർഷവും നമുക്ക് നടത്താൻ സംശക്തനായ ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ, അവസരം നൽകട്ടെ. ആദ്യം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ കൂട്ടുകാരൻ അനിൽ വെള്ളത്തോട് ഏറെയൊന്നും വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ഒരു നാട്ടിൻപുറത്ത് ഒരു സ്കൂൾ ആരംഭിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര്, ഏകദേശം 200ഓളം പേര് ഉൾപ്പെടുന്ന ഒരു സംഘം ഒത്തുചേരുന്നു. ഇത് തീർച്ചയായും ഒരു അപൂർവ സംഭവമാണ്. അന്ന് 8ാം ക്ലാസ്സിൽ ചേർന്ന് തുടർച്ചയായി 10ാം ക്ലാസ് വരെ ഉള്ളവരും ചില കൊല്ലങ്ങളിൽ 9ലും 10ലും മറ്റ് സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് വന്നു ചേർന്നവരും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പരാജയപ്പെട്ട് പിന്നെ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും ഉള്ള സഹപാഠികളൊത്ത് മുന്നോട്ട് പോയവരും ഒക്കെ ചേർന്നൊരു സുഹൃത്ത് സംഘമാണ് ഈ സ്മൃതി സംഗമത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിന് മറ്റൊരു അപൂർവത കൂടിയുണ്ട്. പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവരിൽ പലരും, നമ്മളിൽ പലരും കാണുന്നത് ഈ 60ാം വയസ്സിലാണ്. അങ്ങനെ ഒരു അപൂർവത മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല.
60 വയസ്സ്. ഇപ്പോൾ പണ്ടൊക്കെ 60 വയസ്സ് എന്ന് കഴിഞ്ഞാൽ വൃദ്ധരാണ് എന്ന് പറയുമായിരുന്നു. എന്നാൽ ജീവിതത്തിലെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് 60-ാം വയസ്സിലാണ് എന്ന് കേസരി ബാലകൃഷ്ണപിള്ളയെ പോലുള്ളവർ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സന്ദർഭത്തിൽ അത് സാധിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഒരു 8-10 പേരെ ഞങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ മാത്രമേ നിങ്ങളെ കാണാൻ കഴിയൂ. അപ്പോൾ ഇത് വളരെ മുമ്പ് തന്നെ ഈ ഒരു സംഗമം നടത്തണമെന്ന് ഞാൻ ഇബ്രാഹിം കുട്ടിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ 8ാമത്തെ വന്നില്ലേ, ഒരു ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം പറയോ, ബാക്കിൽ നിന്നിട്ട് ഒരു കുട്ടി എനിക്കുണ്ട് വല്ലാത്ത എന്തൊക്കെ വലിയ അച്ഛനുണ്ട്. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാര്യമാഷിട്ട് സങ്കടം പറയും. എന്താ വാര്യമാഷിനും പോയി പറയും. അപ്പോൾ ഇതിന് നിമിത്തമായ കൃഷ്ണന്മാർ ചന്ദ്രശേഖരൻ ഇവർക്ക് പിന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അന്വേഷണ പരിധയോടുകൂടി വ്യക്തതയോടുകൂടി പന്നെ കണ്ടുപിടിക്കാൻ ഓടി നടന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ. ഇത് നിങ്ങളുടെ പിന്നെ ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ 8 ബിയിലും ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും ഞാൻ സംസാരിച്ചു. അപ്പോൾ നിങ്ങളത് തുടരണം. ഇതോടുകൂടി നിങ്ങളത് അവസാനിപ്പിക്കരുത്. നമ്മുടെ പ്രിയങ്കരായ മുഹമ്മദ് ബഷീറിന് എൻ്റെ ഹൃദയംഗമായ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഈ സ്കൂളിൽ നിന്നും പുറത്തു വന്നവരിൽ വെച്ച് ഏറ്റവും പ്രശസ്തിയിലെത്തിയ മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന നമ്മുടെ ബാച്ചിന്റെ അഭിമാനമായ, ഈ സ്കൂളിന്റെ അഭിമാനമായ, തുഞ്ചന്റെ മണ്ണിന്റെ അഭിമാനമായ, ഈ ജില്ലയുടെ തന്നെ അഭിമാനമായ ശ്രീ അനിൽ വെള്ളത്തോളാണ്. നമ്മുടെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ എൻ്റെ ആഗ്രഹമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. दर्द भरे मेरे नाले धीन तरन ता
dum da dum da dum da dum da dum da dum da dum